കുട്ടിക്ക് വളർന്നു വരാൻ കുറച്ചു കുട്ടി വലുതാവാൻ തുടങ്ങുമ്പോഴാണ് കുട്ടിയുടെ ഹോങ്കണ്ണും കാലിന്റെ വളവും മൂക്ക് വലിപ്പമില്ലായും തലയ്ക്ക് മുടി പോരായും അധികമായ വലിപ്പമൊക്കെ നമുക്ക് തോന്നുന്നത്. ഇത് ഒരു കുട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല സംഘടനയെ സംബന്ധിച്ചൊക്കെ പ്രധാനമാണ്. മാറ്റം വേണം എന്ന് എല്ലാവരും പറയും, പക്ഷെ ആരും മാറാൻ തയ്യാറില്ല. ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പ്രതികരണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. അഡ്ജസ്റ്റ്മെന്റ് തെറ്റിയാൽ കുഴപ്പമല്ലേ എന്ന് കരുതി ഭാര്യയും ഭർത്താവും തമ്മിൽ, അച്ഛനും മകനും തമ്മിൽ, എല്ലാവരും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. സംഘടനയ്ക്കകത്തും ഞങ്ങൾ പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. എന്ന് വെച്ചാൽ എന്തിനാ കുഴപ്പമുണ്ടാക്കുന്നത്? ഏറെ പ്രതികരണം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, സമയം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് നേരെ ഉപയോഗിക്കപ്പെടേണ്ടതാണ്. എല്ലായ്പ്പോഴും സന്തോഷിച്ചിരിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ ചിരി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വല്ലാത്ത ഗൗരവമാണ് നമുക്കൊക്കെ. ചിരിക്കാൻ വളരെ കുറച്ച് മസിലുകളെ ആവശ്യമുള്ളൂ. ഈ മുഖത്തൊക്കെ കാണുന്ന ഗൗരവം നടിക്കാൻ ഒരുപാട് മസിലുകൾ വേണം. പക്ഷെ എല്ലാവരും മസിൽ പിടിച്ചാണ് ഇരിക്കുന്നത്. വാര്യർ സമാജത്തിന്റെ ഇത്തരം യോഗങ്ങളിലെങ്കിലും ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കാനും നമ്മുടേതായ തനതായ, നമുക്ക് മാത്രമല്ലെങ്കിൽ പോലും എന്തൊക്കെയോ നമ്മുടെ പൂർവികന്മാർ നമ്മുടെ മുന്നിൽ തുറന്നിട്ട ആ മഹത്തായ ഒരു പാരമ്പര്യം, ഒരു സംസ്കാരം ഉണ്ടെന്നും അത് പുതിയ തലമുറയിലേക്ക് കെടാതെ സൂക്ഷിക്കുകയും പകർന്നു കൊടുക്കുകയുമാണ് എന്റെയും നിങ്ങളുടെയും കർത്തവ്യമെന്നും തിരിച്ചറിയാൻ ഈ അവസരം പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശതാബ്ദി ആഘോഷിക്കുന്ന ഏറെ വളർന്ന, ഇനിയും ഒരുപാട് വളർച്ചയുടെ പടവുകൾ കയറുമെന്ന് ഉറപ്പുള്ള മികച്ച ഒരു അടിത്തറ എന്നോ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഓരോ സ്റ്റോണുകൾ ഇങ്ങനെ കയറ്റി വെക്കുകയാണ് ഉദ്ഘാടകനും എന്റെ മുന്നിലുള്ള പലരും. ഏതായാലും അതിനവർക്ക് കഴിയുമെന്നും ഇത്തരം ഒരു തീരുമാനം, സമാജത്തിന്റെ 5ാം പിറന്നാൾ ഇത്തരം ഒരു സാമൂഹികമായ വലിയ ഒരു പ്രവർത്തന പരിപാടിയുടെ കൂടെ നടത്താൻ കഴിഞ്ഞതിലും അതിന് ഈ സ്ഥാപനം തയ്യാറായതിലും, കാരണം വാര്യർ സമാജത്തിന്റെ പിറന്നാൾ മാത്രമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആർക്കും, നമുക്ക് തന്നെ എല്ലാവർക്കും വേണ്ട. ഇനിയും ഇവിടെ കുറെ പേര് എത്താനുണ്ട്. മറ്റു പലർക്കും വാര്യർ സമാജം എന്താണെന്ന് ഇനി കാണിച്ചു കൊടുക്കാൻ ഒരു സമുദായ സംഘടന എന്നൊന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാനേ പാടില്ല. അല്ലതാനും അങ്ങനെ നാം പ്രതീക്ഷിച്ചിട്ടുമില്ല. നമ്മുടെ പൂർവികന്മാർ ഒരിക്കലും ഇതിനെ ഒരു സമുദായ സംഘടന എന്ന രൂപത്തിലല്ല, മറിച്ച് ഒരു സാമൂഹികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ബാനറായിട്ടാണ് ഈ വാര്യർ സമാജത്തെ കണ്ടിട്ടുള്ളത്. അതിന്റെ ചില സൂചനകൾ പലപ്പോഴും കോയമ്പത്തൂർ യൂണിറ്റ് പോലെയുള്ളവരിൽ നിന്ന് ഞാൻ കാണാറുണ്ട്. അത്തരം ചില പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് കേന്ദ്ര വാര്യർ സമാജം ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ വരാനും നിങ്ങളോടൊപ്പം അല്പസമയം പങ്കുവയ്ക്കാനും എപ്പോൾ ക്ഷണിച്ചാലും ഞാനിവിടെ ഇത്തിരി വൈകിട്ടാണെങ്കിലും ഓടിയെത്താറുണ്ട്. എൻ്റെ കൂടെയുള്ള സെക്രട്ടറി എന്നോട് പറഞ്ഞു, 1 മിനിറ്റ് വൈകിയാൽ, ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർജി പറഞ്ഞു, ഒരു ചെറിയ പിഴ ഇവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. വളരെ സത്യമാണ്. സമയത്തിന്റെ വില എല്ലാവർക്കും ഒരുപോലെയാണ്. ഇത്രയും പേർ എന്നെ കാത്താണ് ഇവിടെ അല്പസമയം വൈകിയതെങ്കിൽ തീർച്ചയായും അത് ഞാൻ പിഴയടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ഒരു വർഷത്തിന്റെ വിലയറിയണമെങ്കിൽ പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ മതി. എന്നെ സംബന്ധിച്ച് 46 വയസ്സ് 47ആയി, ഒരു കൊല്ലം കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു മാസത്തിന്റെ വിലയറിയണമെങ്കിൽ പ്രിമച്വർ ബേബിയെ പ്രസവിച്ച അമ്മയോട് ചോദിക്കണം. ഏറെ നാൾ വയറ്റിൽ കൊണ്ടു നടന്ന് ഇത്തിരി മുമ്പേ പ്രസവിച്ചാൽ ആ കുഞ്ഞിന് 1 മാസത്തെ കുറവോ മറ്റോ ഉണ്ടെങ്കിൽ ആ 1 മാസം തള്ളി നീക്കാൻ എടുക്കുന്ന ബന്ധപ്പാട് ആ അമ്മയ്ക്കറിയാം. ഒരാഴ്ചയുടെ വിലയറിയണമെങ്കിൽ ആഴ്ച തോറും പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററോട് ചോദിച്ചാൽ മതി. ഒരു ദിവസത്തിന്റെ വിലയറിയണമെങ്കിൽ ഒരു ദിവസ കൂലിക്കാരനോട്, ഡെയിലി വേജിലാണ്, അയാളോട് ചോദിക്കണം. ഒരു മണിക്കൂറിന്റെ വിലയും 1 മിനിറ്റിന്റെ വിലയും ഒക്കെ ഇതുപോലെയാണ്. 1 മിനിറ്റിന്റെ വിലയറിയണമെങ്കിൽ നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മിസ്സായ ഒരു തീവണ്ടിയുടെയോ അല്ലെങ്കിൽ മിസ്സായ ഒരു ബസ് കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ പലപ്പോഴും വൈകുന്നത്. അവർക്കറിയാം. 1 സെക്കൻഡിന്റെ വിലയറിയണമെങ്കിൽ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ആരോടെങ്കിലും ഒക്കെ അവർ പറയാറുണ്ട്, 1 സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു. 1 സെക്കൻഡിന്റെ 100% വിലയറിയണമെങ്കിൽ ഒരു സ്പ്രിന്ററോട് ചോദിച്ചാൽ മതി. പ്രിയമുള്ളവരെ, സമയം എന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ്. വ്യക്തിയെ സംബന്ധിച്ചും സംഘടനയെ സംബന്ധിച്ചും. ഈ ജന്മം
മനുഷ്യജന്മം അപൂർവമായ ഒരു ജന്മമാണ്. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് 7 ജന്മമുണ്ടെന്നൊക്കെ എൻ്റെ പലരും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആരും രണ്ടാമതൊരു ജന്മം ഉണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു വരാത്തത് കൊണ്ട് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന്. അപ്പോൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്രെഡിറ്റ്, നമ്മുടെ ബാലൻസ് ഷീറ്റ്, ബാങ്ക് ബാലൻസ് ഒക്കെ എടുത്ത് പരിശോധിക്കാറുണ്ട് എന്താണ് അവസ്ഥ എന്ന്. അതുപോലെ എൻ്റെ ജീവിതം കൊണ്ട് എന്തുണ്ടായി എന്ന് ഒരു ആത്മപരിശോധന ഇടയ്ക്കിടയ്ക്ക് നടത്തേണ്ടതുണ്ട് നമ്മളൊക്കെ തന്നെ. ഞാൻ ഈ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു പരിശോധന ആവശ്യമാണ്. ആ പരിശോധന നടത്തുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്തിരിയൊക്കെ മാറ്റങ്ങൾ, നല്ല പ്രവർത്തികൾ ഉണ്ടായേക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ 5ാം പിറന്നാൾ ആഘോഷത്തിൽ നമുക്കൊക്കെ മാത്രമല്ല നാടിന് മുഴുവൻ പ്രിയങ്കരനായ ഈ സ്ഥാപനത്തിൻ്റെ 100ാം പിറന്നാൾ ആഘോഷത്തിനും എല്ലാ ഭാവുകങ്ങളും കേന്ദ്ര വാര്യർ സമാജത്തിൻ്റെ പറഞ്ഞുകൊണ്ട് ഈ അവസരം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇത്തരം നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുക. അധികവും ദുരന്തങ്ങളും ദുഃഖങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. സന്തോഷം കിട്ടുന്ന അപൂർവ നിമിഷങ്ങളാണ്. അത് ഇത്തരം സ്ഥാനവുമായി ബന്ധപ്പെട്ടതുമാണ്. മറ്റൊന്നും അവകാശപ്പെടാനില്ല. ഇടത്തെ കിണ്ടിയുടെ ഉരലിന് അശുദ്ധിയില്ല എന്ന് പറയുന്നത് പോലെ, അമ്മാവന്റെ മകളെ കെട്ടാൻ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല എന്ന് പറയുന്നത് പോലെ, വാര്യർ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറിക്ക് 10-15 മിനിറ്റ് നേരം എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടിയ ഈ അവസരം ആ അർത്ഥത്തിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും എൻ്റെ മനസ്സിലുള്ളത് ചില സൂചനകൾ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.